നമുക്ക് അജയുടെയും ഭൂമിജയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ അവരുടെ കഥകളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഭൂമിജയുടെ കടയുടെ ബോർഡൊക്കെ CI എടുത്തു മാറ്റി. പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ ബോർഡ് അതിന് ഇവിടെ വേണ്ട. ഭൂമിജയ്ക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭൂമി, ഇത് ആ CI സാറിൻ്റെ പണിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അദ്ദേഹം കേട്ടില്ല എന്ന് പറഞ്ഞു. ഭൂമിക്ക് ഭയങ്കര വിഷമം. ഭൂമി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ബോർഡ് ഇവിടെ ഇരുന്നുകൊണ്ട് ആ സാറിന് എന്താ പ്രശ്നം ഇരിക്കണേ? ഞാൻ എത്ര നാളായി, 1-2 വർഷമായില്ലേ ഇവിടെ വന്ന് ഈ കട തുടങ്ങിയിട്ട്. അത് കേട്ടപ്പം ആ കോൺസ്റ്റബിൾ പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്ക് അറിയരുതോ? കാരണം ഭൂമി അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് താനും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി SI സാറിനെ കാണാനായിട്ട് ഇരുന്നു. എന്നിട്ട് സാറേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താ ഭൂമി പറഞ്ഞോളാൻ പറഞ്ഞു. എൻ്റെ ആ കടയുടെ ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. ഭൂമി, അത് CI സാർ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറിനറിയാലോ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തന്നെയാണെങ്കിലും അച്ഛൻ ചോര ഛർദ്ദിച്ചു. വൈകുന്നേരം അച്ഛനെ കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഇങ്ങനെ ഞാൻ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ലൊരു കടലോള സങ്കടമുണ്ട്. എനിക്ക് പഠിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. കോളേജിൽ ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിച്ച് വന്നതാണ്. പക്ഷേ തുടർന്ന് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. കുറേ മോഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇവിടം വരെ വന്നെത്തി. അല്ല, ഞാനിതൊക്കെ സാറിനോട് പറയുന്നത് എന്തിനാന്നായിരിക്കും സാറ് വിചാരിക്കുന്നില്ലേ? അപ്പോഴേക്കും SI പറഞ്ഞു, ഭൂമി പറഞ്ഞു എനിക്കറിയാലോ എന്ന് പറഞ്ഞു. സാറേ, ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകുന്നേ. ഞാൻ ബാക്കിയെല്ലാം മറന്ന് എല്ലാവരുടെ ഒപ്പം ചിരിച്ചു കളിച്ച് വൈകുന്നേരം വരെ ആണെന്ന് അറിയത്തില്ല. എൻ്റെ അച്ഛനും അമ്മയും എനിക്കെല്ലാം. അവരില്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ല. അറിയാലോ, എൻ്റെ വിഷമങ്ങളും വേദനകളും എല്ലാം ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പം മറക്കും. പക്ഷേ ആ CI സാർ ആ ബോർഡ് എടുത്ത് കളഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. വേണമെങ്കിൽ ഇനിയിപ്പോൾ ആ ബോർഡ് അവിടെ വെച്ചാൽ ഞാൻ CI സാറിനോട് മാപ്പ് പറയാം. ഇത്രയും നാളും ആ ബോർഡ് അവിടെ ഇരുന്നുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല, എടുത്ത് മാറ്റാനും പറഞ്ഞില്ല, അതൊരു കുറ്റാരോ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനത് മാറ്റാതിരുന്നത്. അപ്പോഴേക്കും SI പറഞ്ഞു, ഭൂമി അത് മാറ്റണ്ട, ഒരു കാര്യം ചെയ്യുക, അതിനെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അല്ല CI സാറ്, ഞാൻ പറഞ്ഞോളാം. ഭൂമി വിഷമിക്കൊന്നും വേണ്ട, ഇനി മാപ്പ് പറയാനൊന്നും പോകുമൊന്നും വേണ്ട കേട്ടോ. ഭൂമി ഇങ്ങനെ മാപ്പൊക്കെ പറഞ്ഞ് അതൊട്ടും ശരിയല്ല. ഭൂമിയുടെ പഴയ സ്വഭാവം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഭൂമി അങ്ങനെ ഓളം വെച്ച് നടക്കണം, അത് കാണാനാണ് താല്പര്യം. സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അല്ലാതെ ഒരുമാതിരി കരഞ്ഞ് നിലവിളിച്ച് അതൊന്നും ഭൂമിക്ക് ചേരുന്ന പണിയൊന്നുമല്ല. കുട്ടി ചെല്ലാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഭൂമിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് ഭൂമി അവിടുന്ന് കടയിലേക്ക് ഇറങ്ങി പോകുന്ന CI അവിടെ നിന്ന് കാണുവാണ്. ഇങ്ങനെ നോക്കി ഭൂമിയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് CIയുടെ അടുത്തേക്ക് SI വന്നു. സാറേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? ആ ഭൂമി എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചാണ്. അവളൊരു പാവമാണ്. അവളുടെ കടയുടെ ബോർഡ് സാറ് എടുത്തു മാറ്റി. പക്ഷെ ആ കുട്ടി ഇതുവരെ നമുക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ആളൊരു പാവമാണ്. ആ കടയിൽ വരുന്ന ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കും. പിന്നെ ആൾക്കാർ സഹായിക്കുകയും ചെയ്യും. എന്ത് സഹായം ചോദിച്ചാലും നമുക്കാളും ചെയ്തു തരും. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് അപേക്ഷ എഴുതി കൊടുക്കും. അതിന് പൈസയൊന്നും വാങ്ങത്തൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന അവൾ പാവ. അവൾ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ല, നല്ല രീതിയിൽ ജീവിക്കേണ്ട. എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനായിട്ടാ? അവളുടെ വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവളിങ്ങനെ ഒതുങ്ങിപ്പോയത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് CIക്ക്. അജയ് ചാടി പറഞ്ഞു, ഇതെന്താ അവൾ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതെന്താ പോലീസ് സ്റ്റേഷൻ അവളുടെ വിനോദ കേന്ദ്രമാണോ? പോലീസ് സ്റ്റേഷൻ എന്ന ബോർഡും കടക്കി വെച്ചിട്ട് അവൾ ഇരിക്കുന്നു. ഇമാതിരി ഡയലോഗും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട നിങ്ങളെന്ന് പറഞ്ഞു. സാറേ, അങ്ങനൊന്നും പറയരുത്. അവളൊരു പാവമായിട്ട് അവൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നേ. മിണ്ടാതെ പോകാൻ നോക്ക്. എനിക്ക് അവളുടെ ഒരു കാര്യവും കേൾക്കണ്ട. അവൾ വന്നിരിക്കുന്നു. അവൾക്ക് ഇനി ആ ബോർഡ് അവിടെ വെക്കണ ഒരു കാര്യം ചെയ്യാൻ പറ. അവളോട് പോയി സമരം ചെയ്യാൻ പറ. അല്ല കൊണ്ട കേസ് കൊടുക്കാൻ പറ. എന്ത് വേണം ചെയ്തോളാൻ പറ. പക്ഷേ ഈ CIയുടെ മുന്നിൽ അതൊന്നും വില പോവില്ല. വന്നപ്പോൾ മുതൽ ഞാൻ അവളെ നോട്ടം ഇട്ട് വെച്ചിരിക്കുക. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് CI ദേഷ്യപ്പെട്ടു. പിന്നീട് SI അവിടെ ഇരുന്നില്ല. അപ്പം അതൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മനസ്സിലായി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമി തൻ്റെ കടയിൽ ഇരിക്കുമ്പോഴത്തേനുമാണ് കുറച്ച് നേതാക്കന്മാരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. പ്ലക്കാർഡൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. നാരാധമനായ CI പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ബോർഡൊക്കെ പിടിച്ച് അവരങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടപ്പോൾ ഭൂമിക്ക് തോന്നി ഇവരുടെ കൂടെ കൂടിയാലെന്നോ. ഭൂമി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു കൊടി അങ്ങോട്ട് വാങ്ങി
അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനായിട്ട് തുടങ്ങി. നരാധമ CI പിരിച്ചു വിടുക എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും അവരിലൊരാൾ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അതെ, ഞാൻ വനിതാ എക്സിക്യൂട്ടീവ് അംഗമാണെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. എൻ്റെ പേര് സുജാത എന്ന് പറഞ്ഞു. അവർക്കറിയണ്ടായിരുന്നില്ല. അപ്പം അവർ സത്യമാണെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് CIയും ബാക്കി പോലീസുകാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. മുൻനിരയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഭൂമിജയാണ്. അങ്ങനെ ഭൂമിജയുടെ മുദ്രാവാക്യം വിളിയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ CI ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പം തലേ ദിവസം അവിടെ ജില്ലാ പ്രസിഡന്റിനെ പോലീസ് ലോക്കപ്പിലിട്ട് തല്ലിയതിൻ്റെ പേരിലാണ് അവന്മാരി വന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. പിന്നീട് അവർക്ക് വേണ്ടി ഭൂമിജ സംസാരിച്ചിട്ട് CI നീതി പാലിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. പിന്നീട് ഭൂമിജ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിച്ചു. ഭൂമിജ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, ഇന്നിവിടെ ഇതിനേക്കാളും വലിയൊരു സംഭവം ഉണ്ടായി. പാവപ്പെട്ടൊരു പെൺകുട്ടി നടത്തുന്ന കടയാണ് ആ കാണുന്നത്. തൻ്റെ കടയാന്ന് പറഞ്ഞില്ല. അതിൻ്റെ ബോർഡ് ഈ നിൽക്കുന്ന CI അയാളത് പറിച്ചു കളഞ്ഞു. ആ പെൺകുട്ടിയോട് പോലും അനുമതി ചോദിക്കാതെ. ആ പെൺകുട്ടി എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായെന്നറിയാവോ? നമുക്ക് ആ പെൺകുട്ടിയുടെ ആ കടയുടെ ബോർഡ് അത് അവിടെ സ്ഥാപിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. എങ്കിൽ ബാ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ ബോർഡ് അവിടെ സ്ഥാപിക്കുകയാണ്. പക്ഷേ CIക്കോ ബാക്കി ആർക്കോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോഴേക്ക് CI അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, അവളോട് ചെന്ന് പറ, മര്യാദയ്ക്ക് ഈ സമരക്കാരുടെ പിരിഞ്ഞു പോകാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഭൂമിജയെ വിളിച്ചിട്ട് കോൺസ്റ്റബിൾ പറഞ്ഞു, അവരോട് പിരിഞ്ഞു പോകാനായിട്ട് പറ, അല്ലെ ലാത്തി പ്രയോഗിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ശരി. അങ്ങനെ ഭൂമിജ വന്നിട്ട് നേതാക്കന്മാരോട് പറഞ്ഞു, അതെ, CI സാറ് മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ചാല്. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ പിരിഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു. എങ്കിലും എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, നമുക്കെന്നാ ഒരു ചായ കുടിച്ച് പിരിഞ്ഞാലോ എന്ന് ചോദിച്ചു. അതിനെന്താ, പൈസയൊക്കെ ഉണ്ടോ ചായ കുടിക്കാനായിട്ട്? അങ്ങനെയാണ് നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ കുടിച്ചേക്കാന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ചായ കുടിച്ചിട്ടാണ് പൈസയും കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നത്. ഭൂമിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഭൂമി ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്തു. ഇതേ സമയം സൗഭാഗ്യമുത്തശ്ശി തൻ്റെ മകനെ കാണാനായിട്ട്, സത്യനാഥനെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ സത്യനാഥൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യനാഥൻ പറഞ്ഞു, അല്ല ഇതെന്താമ്മേ ഒരു മുന്നറിയിപ്പില്ല, ഇതെന്താടാ നിന്നെ കാണാനായിട്ട് വരാനായിട്ട് ഞാൻ ജ്യോതിഷമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അമ്മ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോലിക്കാരനെ വിളിച്ചിട്ട് ചായയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സൗഭാഗ്യ അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തു. ആ സമയത്ത് സൗഭാഗ്യം പറഞ്ഞു, എടാ നീ എന്തിനാടാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? തനിച്ച് കഴിയേണ്ട കാര്യമുണ്ടോ? നിനക്ക് അവിടെ വന്ന് ഇന്നുകൂടെയെന്ന് ചോദിച്ചു. എൻ്റെ അമ്മേ, അതൊന്നും ശരിയാകത്തില്ല. ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാബാനിയുടെ കുറ്റപ്പെടുത്തലുകൾ, സാഗറിനെ കൊന്നത്, എൻ്റെ അനുജനെ കൊന്നത് ഞാനാന്നും പറഞ്ഞുകൊണ്ട് അവൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അമ്മയോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സൗഭാഗ്യമുത്തശ്ശിയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ, സത്യനാഥൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പം കുറച്ച് നാൾ മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് സൗഭാഗ്യ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു മരുന്ന് കമ്പനിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അറസ്റ്റ് വാറണ്ടും കാര്യങ്ങളൊക്കെ സാഗറിനും ഭാര്യയ്ക്കും വരുവാണ്. അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്ത് ചെയ്തു? ആകെപ്പാടെ വെപ്രാളത്തിലായിപ്പോയി. ഇതിൻ്റെ അന്വേഷണ ഉത്തരവ് അന്നത്തെ SP ആയിരുന്ന, കണ്ണൂർ SP ആയിരുന്ന സത്യനാഥിന് കിട്ടുകയും ചെയ്തു. അപ്പം ചേട്ടനാണ് കേസ് അന്വേഷിക്കുന്നത്. ഒടുവിൽ സത്യനാഥ് താമസിക്കുന്നിടത്തേക്ക് സാഗർദാസും ഭവാനിയും കൂടെ വരുവാണ്. വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങളെ എങ്ങനെയും രക്ഷിക്കണം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സത്യനാഥ് പറഞ്ഞു, തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോടാ നിന്റെ അവിടെ നിന്ന് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത് കമ്പനിയിൽ നിന്നും. സത്യം പറടാന്ന് പറഞ്ഞു. അതൊരബദ്ധം പറ്റിപ്പോയതാ. എടാ അമ്മയുടെ പേരിട്ടിട്ട് നീ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നോ? നിനക്കറിയാലോ ഞാൻ നേരം വേണ്ട പോകത്തോളന്ന്. ചേട്ടാ ഞങ്ങളെ എങ്ങനെയും രക്ഷിക്കണം, അല്ലാതെ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ സത്യനാഥ് പറഞ്ഞു, ഓക്കെ ശരി ഞാൻ രക്ഷിക്കാം, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സറണ്ടർ ആവാൻ പറഞ്ഞു. സറണ്ടർ ആവാനായിട്ടോ? ചേട്ടാ അത് പറ്റില്ല, പ്ലീസ് ഞങ്ങളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. എടാ ആദ്യം സറണ്ടർ ആവാൻ പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും സത്യനാഥ് പറഞ്ഞു, ഇതറിയാലോ ഇത് പോലീസ് ഗസ്റ്റ് ഹൗസാ, ഇവിടെ നിങ്ങൾ നിൽക്കുന്ന അപകടമാണ്, നിങ്ങൾ മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഇവിടുന്ന് എന്ന് പറഞ്ഞു. ഒടുവിൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തേ. കാരണം സത്യനാഥൻ അറിയാം അവർ ചെയ്തേക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല, അന്യായമായിട്ടുള്ള കാര്യമാണ്. കേസ് കോടതി വരുവാണെങ്കിൽ എങ്ങനെയും രക്ഷിച്ചെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് സത്യനാഥന് സാഗർദാസ് ഒളിവിൽ താമസിക്കുന്നിടത്തേക്ക് പോകുന്നത്. അപ്പം സാഗർദാസിനെ രക്ഷിക്കാനായിട്ട് ഉള്ള ചില പ്ലാനുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടേക്ക് ചെന്ന് കതോർന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേനും
ഭവാനി അങ്ങോട്ട് പാഞ്ഞു വരുന്ന കണ്ടു. ഭവാനി വന്നിട്ട് എന്തോ കണ്ട് പേടിച്ച പോലെ പാഞ്ഞു വന്നിട്ട് അവിടെ തട്ടി ടേബിളെ തട്ടി താഴേക്ക് വീഴുവാണ്. സത്യാസിനൊന്നും മനസ്സിലായില്ല. സത്യാസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഭവാനി പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് സത്യദാസിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. തനിക്ക് കാണണ്ടേ തൻ്റെ അനുജനെ? നീതിമാനായ പോലീസുകാരനല്ലേ താൻ? ഇങ്ങോട്ടേക്ക് വാടോ, തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. സത്യദാസിന് കാര്യമൊന്നും മനസ്സിലായില്ല, എന്താ ഏതാ എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.